അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരൊറ്റ ആൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാനിടയാക്കില്ല റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബ്രിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബ്രിൻ, അഹങ്കാരത്തിൻ്റെ അണുകളവ് ഹൃദയത്തിലുള്ളവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല എന്ന് ഖാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിരവധി പോരായ്മകൾ നിറഞ്ഞ സൃഷ്ടിയാകുന്നു. ജീവിത വഴികൾ താണ്ടുമ്പോൾ അനവധി പാളീച്ചകളും അബദ്ധങ്ങളും സംഭവിക്കുക സാധാരണമാണ്. മനുഷ്യന് പകയും വിദ്വേഷവും അസൂയയും ഉഗ്രമായ വിപത്തുകൾ വരുത്തുന്നു. സഹോദരങ്ങളെ തമ്മിൽ അകറ്റുന്നു, ബന്ധുമിത്രാദികളെ തമ്മിൽ ബദ്ധവൈരികളാക്കുന്നു. കുടുംബജീവിതത്തിൽ നികത്താനാവാത്ത വിടവുകൾ സൃഷ്ടിക്കുന്നു. ഒരു സത്യവിശ്വാസിക്ക് പകയും പരദൂഷണവും അസൂയയും അന്യമാകുന്നു. അത് പാടില്ലാത്ത കാര്യമാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത് കമാ യഅ്കുലുൻ നാറുൽ ഹത്തബ. അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി, അസൂയ, പക, വിദ്വേഷം, ഇതെല്ലാം യഅ്കുലുൽ ഹസനാത്ത്, അവരുടെ നന്മകളെ കാർന്ന് തിന്നുകളയും. കമാ യഅ്കുലുൻ നാറുൽ ഹത്തബ, വിറകിനെ തീ ഭക്ഷിക്കുന്നത് പോലെ നന്മകളെ അസൂയ കാർന്ന് തിന്നുമെന്ന് ഖാല സയ്യിദിന റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ നമ്മുടെ കൽബിനെ സലീമായ ഹൃദയത്തോടു കൂടി നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അസൂയയോ പകയോ വിദ്വേഷമോ നമ്മുടെ ഒരാളിൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വസൂറക്കും വലാകിൻ യൻളുറു ഇലാ അഅ്മാലിക്കും വഖുലൂബിക്കും. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യൻളുറു, അള്ളാഹു നോക്കുകയേയില്ല, ഇലാ അജ്സാമിക്കും വസൂറക്കും, നിങ്ങളുടെ അവയവങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻളുറു, എന്നാൽ അള്ളാഹു നോക്കുന്നതാണ് ഇലാ അഅ്മാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും, വഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അപ്പോൾ അള്ളാഹു നോക്കുന്നത് ശുദ്ധിയുള്ള ഹൃദയത്തിലേക്കാണ്. ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളുമായി മദീന പള്ളിയിലിരിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇവിടെ കടന്നു വരുമെന്ന്. പറഞ്ഞൽപ്പം കഴിഞ്ഞപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു യുവാവ് ഒളുവെടുത്ത് ചെരുപ്പും കൈപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നിരുന്നു. രണ്ടാമത്തെ ദിവസവും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇവിടെ കടന്നു വരും. അപ്പോഴും ആദ്യ ദിവസം വന്ന മനുഷ്യൻ തന്നെയാണ് വന്നത്. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇവിടെ കടന്നു വരുമെന്ന് പറഞ്ഞ ആ മൂന്നാമത്തെ ദിവസവും ഈ 2 ദിവസവും വന്ന ആൾ തന്നെയാണ് വന്നത്. ഇത് കണ്ട് സഹാബാക്കൾക്ക് ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ വേണ്ടി സഹാബികളിൽ ഒരാളായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീടന്വേഷിച്ച് പോവുകയും കുറച്ച് ദിവസം അവിടെ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിട്ട് വരാൻ സമയത്ത് ചോദിച്ചു, പ്രിയ സുഹൃത്തേ,
ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെല്ലാവരും മദീന പള്ളിയിലിരിക്കുമ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരുമെന്ന് പറഞ്ഞ 3 ദിവസവും താങ്കളാണല്ലോ സുഹൃത്തെ വന്നത്. അതിലുള്ള പൊരുളെന്താണ്? ഞങ്ങൾ നോക്കിയിട്ട് അധികമായിട്ടോ പ്രത്യേകമായിട്ടോ ഒരു സൽക്കർമ്മവും താങ്കളിൽ കാണുന്നില്ലല്ലോ. പിന്നെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, പ്രിയ കൂട്ടുകാരാ, നിങ്ങളിൽ നിന്ന് അധികമായോ പ്രത്യേകമായോ ഒരു അമലുകളും എനിക്കില്ല കൂട്ടുകാരാ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ എന്നിൽ ഒരു കാര്യമുണ്ട്. എൻ്റെ കൽബ് ശുദ്ധമാണ്, എൻ്റെ കൽബ് സലീമാണ്. ഞാൻ ആരെക്കുറിച്ചും പകയോ വിദ്വേഷമോ ഹസദോ വെച്ചുകൊണ്ട് എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല സുഹൃത്തെ. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിനെയാണ്, ഈ ശുദ്ധിയുള്ള ഹൃദയത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗാവകാശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അല്ലാതെ നമസ്കാരത്തിൻ്റെ നിഷ്ഠയോ നോമ്പിൻ്റെ തീവ്രതയോ സക്കാത്ത് കൊടുക്കാനുള്ള സന്മനസ്സോ ഹജ്ജിൻ്റെ ത്യാഗമോ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ശുദ്ധിയുള്ള ഹൃദയത്തെയായിരുന്നു. അഹങ്കാരമുള്ള ഹൃദയം എപ്പോഴും അശ്രദ്ധയിലാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അത് നരകത്തിന് അവർ അവകാശിയായിരിക്കുമെന്നുള്ളതും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് മനസ്സിലാക്കുക. സൂറത്തുൽ അഅ്റാഫ് 7-ാമത്തെ സൂറത്താണ്. അതിൽ 179-ാമത്തെ ഒരായത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ അള്ളാഹു പറയുന്നു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യബ്സുറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലായിക കൽ അൻആമി ബൽ ഹും അളല്ലു ഉലായിക ഹുമിൽ ഗാഫിലൂൻ. അല്ലാഹു പറയുന്നു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ, ഞാൻ നരകത്തിന് വേണ്ടി നാം ധാരാളം പേരെ സംവിധാനിച്ചിരിക്കുന്നു. മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യനിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും ഖുലൂബൻ, അവർക്ക് ഹൃദയമുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ടൊന്നും അവർ ഗ്രഹിക്കുന്നില്ല. ഉലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യബ്സുറൂന ബിഹാ, ആ കണ്ണുകൊണ്ടവർ നല്ല കാര്യങ്ങൾ കാണുന്നില്ല. ഉലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, ആ ചെവികൾ കൊണ്ടവർ നല്ല കാര്യം കേൾക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഉലായിക കൽ അൻആമി, അവർ നാൽക്കാലിയെ പോലെയാണ്, അവർ മൃഗങ്ങളെ പോലെയാണെന്നും. വൽഹും അളല്ലു, അതിനേക്കാൾ മോശപ്പെട്ടവരാണ്. ഫൗലായിക ഹുമിൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിൽപ്പെട്ടവരാണ്, അവരെ അത്രയും നരകാവകാശികളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സന്മാർഗം കണ്ടെത്താൻ പല സിദ്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കാതെ പോകുമ്പോഴാണ് മനുഷ്യൻ പിഴച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയം സലീമാക്കി പകയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ അസൂയൊന്നുമില്ലാതെ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി വയ്ക്കുക. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമുക്ക് ശുദ്ധിയുള്ള ഹൃദയം വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കുവാൻ, നമ്മളും നമ്മളുടെ കുടുംബത്തോടൊപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സർവശക്തനായ നാഥ, ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, പല കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ വിഷമിക്കുന്നവരാണ് നാഥ. ഞങ്ങളുടെ സന്താനങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ മേഖലകളിലും നിൻ്റെ കൂട്ടുണ്ടായിരിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ അവസ്ഥകളിലും നിൻ്റെ തണൽ വേണം റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ സന്താനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മുൻഗാമികൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിന്നോട് ചോദിച്ചുവോ അതെല്ലാം ഞങ്ങളും ഇതാ നിന്നോട് ചോദിക്കുന്നു നാഥ. ഞങ്ങളുടെ മുൻഗാമികൾ എന്തെല്ലാം ദോഷങ്ങളെ തൊട്ട് നിന്നോട് കാവലിനെ തേടിയോ ആ ദോഷങ്ങളെല്ലാം ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹ്, ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ നിന്നോട് നീട്ടുന്ന ഈ കരങ്ങളെ മറ്റാരുടെ മുമ്പിൽ നീട്ടുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.